നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാല തിരുവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് വേഗത്തിൽ ആമേൻ പ്രവേശിക്കാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് ഇതുവരെ നമുക്ക് സ്തോത്രം പ്രവേശിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒരു വലിയ വാഗ്ദത്തം. എന്താ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം? സ്തോത്ര ഹല്ലേലൂയ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ സ്തോത്ര വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ ആമേൻ അറ്റത്തോളം നിങ്ങൾ എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയാകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിക്കാൽ പരിശുദ്ധാത്മാവും ശക്തിയും നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോഴാണ് രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം മാറും എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത് ആ ദൈവപുത്രൻ്റെ രാജ്യത്തെ സ്ഥാപിതമാക്കാനാണ്. നമ്മളെ ദൈവപുത്രൻ്റെ രാജ്യത്തിലാക്കാൻ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ പാർക്കുന്നത് പുത്രൻ്റെ രാജ്യത്തിലാണ്. ഹല്ലേലൂയ. പുത്രൻ്റെ രാജ്യത്തിലാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 36-ാമത് വാക്യം ആമേൻ സ്തോത്രം നമുക്ക് വായിക്കാം. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ പടയാളികൾ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് പകൽ സ്തോത്രം ഈ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കയറി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ കർത്താവ് പറയുക, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകമല്ല എൻ്റെ രാജ്യം. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ യഹൂദന്മാർക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നിൽക്കുന്നത് അവൻ്റെ രാജ്യത്തിലാണ്. ഈ ലോകത്തിലായിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കാൻ ആർക്കും പറ്റുകയില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അസംഖ്യ ദൂതന്മാർ കർത്താവിൻ്റെ അടുക്കൽ ഇറങ്ങി വരും. കർത്താവിനെ പിടിക്കാൻ വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇതിൽ ആരാ യേശു എന്ന് ഈ പിടിക്കാൻ വരുന്നവർക്ക് അറിയത്തില്ല. അങ്ങനെയാണ് യൂദ ചുംബനം കൊടുത്ത് ആമേൻ സ്തോത്രം യേശുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആരാ യേശു എന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നിലത്ത് വീണു. യേശുവിനെ തൊടാൻ പറ്റുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയാ, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകപരമായുള്ള രാജ്യമല്ല എൻ്റെ രാജ്യം. എൻ്റെ രാജ്യം, ആ രാജ്യത്തെ നിയമങ്ങൾ വേറെയാണ്. ആ രാജ്യത്തിൻ്റെ പേരെന്താ? ആ രാജ്യത്തിൻ്റെ പേരെന്താ? സ്വർഗരാജ്യം. പറഞ്ഞേ, ആ രാജ്യത്തിൻ്റെ പേരെന്താ? കഴിഞ്ഞ ആഴ്ച ആമേൻ സ്തോത്രം 1000 വട്ടം ഞാൻ പ്രസംഗിച്ചതാ. പറഞ്ഞേ, ഒരാളെങ്കിലും പറഞ്ഞേ. സ്നേഹസ്വരൂപനായ, ബാക്കി പറ. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? 2 കൈയടിയും അന്യഭാഷയും അല്ല സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം ഇങ്ങോട്ട് വരികയാണ്. ഇനി ദൈവം പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്നവൻ പാർക്കുന്നത് ഈ പുത്രന്റെ രാജ്യത്തിലായിരിക്കും. ഇനി ഈ ഐഹിക ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എവിടെയാ? പുത്രന്റെ രാജ്യത്തിൽ. ഈ ഐഹിക രാജ്യവും പുത്രന്റെ രാജ്യവും രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞു, ദൈവമക്കളെ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. കർത്താവിൻ്റെ വചനം പറഞ്ഞു, ബുദ്ധിമാന്റെ യാത്ര എങ്ങോട്ടാ? മേലോട്ടാ. കണ്ടോ? ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാ.
ആമേൻ. ബുദ്ധിയില്ലാത്തവന്റെ യാത്ര എങ്ങോട്ടാ? ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാ ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ഏകോ സ്വർഗത്തെ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പൊ ബുദ്ധിമാൻ ആരാ? ആമേൻ, സ്തോത്രം. ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. ഞാൻ പറഞ്ഞല്ല, ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയാനുള്ള. അപ്പോൾ ദൈവം നമ്മളെ നോക്കി ബുദ്ധിമാൻ എന്ന് വിളിച്ചതിന്റെ കാരണം നമുക്ക് മാത്രമേ തിരിച്ചറിയാനുള്ള, സകല മനുഷ്യർക്കും 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലേ? മൂക്ക്, നാക്ക്, മൂക്ക്, നാക്ക്, ബാക്കി പറ. ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവപേദനുള്ള ആറാമത്തൊരു ഇന്ദ്രിയമാണ് തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ വചനത്തിന്റെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ പേരാണ് ബുദ്ധിമാൻ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങളുടെ പേരാണ് ബുദ്ധിമാൻ. വചനം ബുദ്ധിമാൻ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ഈ പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഇന്ന് പകൽ ഈ വചനങ്ങളെ തിരിച്ചറിയണം. ആമേൻ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു നമ്മുടെ ജീവിതം വേസ്റ്റായി പോകും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുക, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലല്ല, ഈ ലോകപ്രകാരമല്ല എൻ്റെ രാജ്യം. എൻ്റെ രാജ്യം വേറെയാണ്. എൻ്റെ രാജ്യത്തിനകത്ത് പാർക്കുന്നവർക്ക് ആ രാജ്യത്തിൻ്റെ സകല ആനുകൂല്യങ്ങളും കിട്ടും. ആ രാജ്യത്തിനകത്ത് എന്തുണ്ട്? രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്, നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഈ ലോകത്തിലും ഉണ്ട്. ആമേൻ, സ്തോത്രം. ഈ ഐഹിക ലോകത്തിൽ നന്മയുണ്ട്. ഐഹിക ലോകത്തിലെ നന്മ എന്താ? പിശാച് ഒരിക്കൽ കർത്താവിനെ കൂട്ടിക്കൊണ്ട് ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ആർക്കുള്ളതാ? അപ്പൊ ഐഹിക ലോകത്ത് കാണുന്ന നന്മകളെല്ലാം ആർക്കുള്ളതാ? പിശാചിന് ഉള്ളതാണ്. പക്ഷേ അവന്റെ പ്രത്യേകത, ഉയരെ കൊണ്ടുപോകും, ഇതെല്ലാം കാണിക്കും, നമ്മൾ വണങ്ങും. അല്പ കഴിയും പറയും, നീ താഴോട്ട് ചാട്. ദൂതന്മാരെന്ത് ചെയ്യും? അപ്പൊ പിശാച് ഉയർത്തിക്കൊണ്ടു പോകുന്നത് എന്തിനാ? താഴോട്ട്. പക്ഷെ കർത്താവ് ഒരുവനെ ഉയർത്തുന്നത് എന്തിനാ? അത് താഴോട്ട് കൊണ്ടുപോകാനല്ല, അവനെ മുകളിലോട്ട് കൊണ്ടുപോകാനാ. അവൻ ഒരുക്കുന്ന രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനാ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പുത്രൻ ഒരുവനെ ഉയർത്തുന്നത്. അപ്പൊ കർത്താവ് പറയാ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കണം. എന്താ? എൻ്റെ രാജ്യം വരാൻ പോകുകയാണ്. ഈ ഐഹിക ലോകത്തിൽ, പിശാചിന്റെ സാമ്രാജ്യമുള്ള ഈ ലോകത്തിൽ എൻ്റെ രാജ്യം വരാൻ പോകുകയാണ്. ആ രാജ്യത്തിന്റെ പേര് തന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഹല്ലേലൂയ. കാരണം ഈ ശിഷ്യന്മാരെല്ലാം, ഇവരെല്ലാം ന്യായപ്രമാണത്തിനകത്തുള്ളവരാണ്. ഈ ന്യായപ്രമാണത്തിനകത്തുള്ളത് കൊണ്ട് ഇവരുടെ ചിന്തകൾ മുഴുവനും മാനുഷിക ചിന്തകളാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരായാലും ശരി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ശിഷ്യകളായാലും ശരി, ഇവർക്കെല്ലാം എന്ന മാനുഷിക ബുദ്ധി, മാനുഷിക ചിന്ത. കർത്താവ് പറയാ, നിങ്ങൾ ഐഹിക ലോകത്താണെങ്കിൽ നിങ്ങൾ മാനുഷികമായി ചിന്തിക്കും. പക്ഷെ ദൈവരാജ്യത്തിലാണെങ്കിൽ നിങ്ങൾ മാനുഷികമായി ചിന്തിക്കത്തില്ല, നിങ്ങൾ ദൈവികമായി ചിന്തിക്കും. അപ്പൊ എൻ്റെ രാജ്യത്തിനകത്ത് നിങ്ങൾ കയറിയാൽ മാനുഷികം അവിടെ ഇല്ല, അവിടെ ദൈവത്വം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? അഭിസ്തോത്ര കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. ഈ പരിശുദ്ധാത്മാവ്, ഈ ദൈവരാജ്യം നിങ്ങളുടെ മേൽ വരും. നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ഇന്നലകളിൽ ചിന്തിച്ചതുപോലെയല്ല, ഇന്നലകളിൽ പെരുമാറിയതുപോലെയല്ല, ഇന്നലെ നിങ്ങൾ സ്നേഹിച്ചതുപോലെയല്ല, നിങ്ങളുടെ ലൈഫേ തിരിയും. കാരണം യേശുവിൻ്റെ കൂടെ വരുന്ന ആൾക്കാരെല്ലാം അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ്. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ സെബദിപുത്രന്മാരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അമ്മ, കർത്താവേ, നീ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെ ഒരു മകനെ ഇടത്തും ഒരു മകനെ, ബാക്കി എത്ര പേരുണ്ട്? ബാക്കി 10 പേര് അവിടെ നിൽക്കുക. 12 ശിഷ്യന്മാർ നിൽക്കുമ്പോൾ ആമേൻ, സ്തോത്രം, സെബദിപുത്രന്മാരുടെ അമ്മ വന്നിട്ട് പറയുക, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ആമേൻ, സ്തോത്രം, നിന്റെ രാജ്യത്തിൽ ആമേൻ, സ്തോത്രം, എൻ്റെ ഒരു മകനെ ഇടത്തും ഒരു മകനെ, ഈ ബാക്കി 10 മക്കൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ ഈ സ്വാർത്ഥത കിടക്കും. അവിടെ ബൈബിൾ സ്തോത്രം എഴുതി വെച്ചിരിക്കുന്നത്,
ബാക്കി 10 പേരുടെ ഹൃദയവും ഈ 2 പേരുടെ നേരെ നീരസപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവിടെ അസൂയപ്പെട്ടു. ഓ, ഞങ്ങളെല്ലാം കൂടെ ഇത്രയും ഒരുമിച്ച് നിന്നിട്ട് അവനെ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ, അപ്പം ഞങ്ങൾ ഇത്രയും കാലം പുറകെ നടന്നത്. ഈ ഐകിക ലോകത്തിൻ്റെ പ്രത്യേകത ഏതാ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ ഇവിടെ ഇരിക്കണം, പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങളുടെ മേൽ വരും, ആ അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേം തുടങ്ങി ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷിയാകും. ഇങ്ങനെ സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾ വന്നിട്ട് കർത്താവിനെ ഓടിക്കുക, കർത്താവേ, ഈ കാലത്തിലാണോ നീ രാജ്യം ഇസ്രായേലിനെ സ്ഥാപിച്ചു കൊടുക്കുന്നത്? അവർക്ക് ഈ ചിലർക്ക് പരിശുദ്ധാത്മാവും പ്രശ്നമല്ല, ദൈവരാജ്യവും പ്രശ്നമല്ല. അവർക്ക് ഇവിടെ ഈ രാജ്യം ഇവിടെ എപ്പം നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല സെക്രട്ടറി സ്ഥാനം, ഹലോ, പരിശുദ്ധാത്മാവ് വന്ന ഇതെല്ലാം പോകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ. ഞാൻ ഒറ്റ വാക്യം പറഞ്ഞ് വായിച്ച നമ്മളൊരു മെസ്സേജിലേക്ക് നമ്മൾക്ക് കയറാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ച്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ഒന്നിലും എന്ത് ചെയ്യരുത്. ഓ സ്തോത്രം. നമ്മൾ ഒന്നിലും എന്ത് ചെയ്യരുത്, ലജ്ജിച്ചു പോകരുത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം, നമ്മൾ ഒന്നിലും എന്ത് ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ലജ്ജിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഇല്ല. നമ്മുടെ തലമുറകൾ എവിടെയും തല ഉയർത്തി നിൽക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഇവിടെ പറഞ്ഞു, ആമേൻ, ആമേൻ, ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ ഒന്നിലും ലജ്ജിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്രിസ്തു എന്ത് ചെയ്യണം? ജീവനാലായാലും മരണത്താലായാലും എപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും മഹിമപ്പെടണം. നമ്മുടെ ശരീരത്തിൽ ക്രിസ്തു എന്ത് ചെയ്യണം? മഹിമപ്പെടണം. നമ്മൾ മഹിമപ്പെടുമ്പോൾ ആമേൻ, നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒന്നിലും എന്ത് ചെയ്യത്തില്ല. നമുക്ക് ഈ ഒന്നിലും ലജ്ജിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ലജ്ജിപ്പാനുള്ളതും മാനിപ്പാനുള്ളതുമായ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പാസ്റ്ററാണ്. സ്തോത്രം പറഞ്ഞില്ല. അപ്പോൾ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ നല്ലൊരു ഭർത്താവാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് അപ്പനാണ്, അല്ലേ? എൻ്റെ മരുമക്കൾക്ക് ഞാൻ ആരാ? അമ്മായി അപ്പനാണ്. എൻ്റെ ഭാര്യയുടെ സഹോദരന് ഞാൻ ആരാ? അളിയനാണ്. ഒറ്റ ആമേൻ, സ്തോത്രം. നമ്മുടെ പ്രത്യേകത എന്താ? കർത്താവ് ഒന്നിലും എന്ത് ചെയ്യരുത്, നമ്മൾ എന്ത് ചെയ്യരുത്, ലജ്ജിച്ച്. ആമേൻ, സ്തോത്രം. ഞാൻ അപ്പനെന്നുള്ള സ്ഥാനത്ത് ഞാൻ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ മക്കളെ അതുപോലെ എന്ത് ചെയ്യണം? എൻ്റെ മക്കളോട് ചോദിക്കാം, ആമേൻ, സ്തോത്രം, അപ്പനെ കുറിച്ച് എന്താ അഭിപ്രായം? ഹല്ലേലൂയ. എൻ്റെ മോനോട് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ അപ്പൻ പൊന്നപ്പൻ, എൻ്റെ അപ്പൻ ഞങ്ങൾക്ക് പൊന്നുപോലെ പൊന്നപ്പൻ. മോളോട് ചോദിച്ചാൽ പറയും, ആമേൻ, എൻ്റെ അപ്പൻ തങ്കപ്പൻ. അയ്യോ, പാസ്റ്റർ പേര് ജോസല്ലേ, ജോസപ്പനല്ലേ? ആമേൻ, സ്തോത്രം. പക്ഷെ ജോസപ്പനാണ്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഞാൻ ആരാ? ആമേൻ, സ്തോത്രം. എൻ്റെ മക്കൾക്ക് അവർക്ക് പൊന്നപ്പൻ. പക്ഷെ അപ്പൻ്റെ സ്ഥാനത്ത് ഞാൻ ആരായി? ഞാൻ ഒന്നിലും ലജ്ജിക്കാതെ. ആമേൻ, സ്തോത്രം. അമ്മയോട് ചോദിക്കാം, അമ്മ ആരാ? മകൻ പറയും, എൻ്റെ അമ്മ തങ്കമ്മയാണ്, അല്ലേ? എൻ്റെ അമ്മ
എൻ്റെ അമ്മ തങ്കവാ. ഓ സ്തോത്രം, ഇപ്പോഴും പറയണ്ട. സ്തോത്രം. ആമേൻ. അടുത്ത ഇളയാളോട് ചോദിക്കാം, ദേവിയോട് ചോദിക്കാം. അല്ലേ, എൻ്റെ അമ്മ. ആമേൻ, സ്തോത്രം. പാറു പറയാ എൻ്റെ അമ്മ പൊന്നമ്മയാ. ദേവി പറയാ എൻ്റെ അമ്മ ഇല്ല, എൻ്റെ അമ്മ തങ്കമ്മയാ. അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ആരായി? ലജ്ജിക്കാതെ ഇനി ഇവരുടെ മരുമക്കളോട് ചോദിക്കാം. അമ്മയുടെ അപ്പന്റെ സ്ഥാനത്ത് ഞാൻ ആരായി? ഒന്നിലും ലജ്ജിക്കാത്തവനായി. ഇനി മരുമക്കളോട് ചോദിക്കാം. അമ്മയമ്മയാരാ? മരുമക്കളോട് ചോദിക്കാം. അമ്മ നിങ്ങൾ ആരാ? അമ്മയപ്പ നിങ്ങൾ ഉണ്ടോ? അപ്പന്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും നമ്മൾ ലജ്ജിച്ചില്ല. അമ്മായി അമ്മയുടെ അമ്മായിയപ്പന്റെ സ്ഥാനത്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മകളുടെ സ്ഥാനത്ത് നമ്മൾ ലജ്ജിച്ചില്ല. മകന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തില്ല? ലജ്ജിച്ചില്ല. എൻ്റെ മക്കൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ മകൻ, അവൻ പൊന്നപ്പൻ എന്ന് പറഞ്ഞ പോലെ എൻ്റെ പൊന്ന. പക്ഷേ ഇവനൊരു ഭാര്യ വരുമ്പോൾ പൊന്നു മോനെന്ന് പറയുന്ന പോലെ പൊന്നു മോളെന്ന് പറയാൻ പറ്റും. എൻ്റെ മകനെ പോലെ എൻ്റെ മരുമകളും എൻ്റെ മകളാണെന്ന് പറയാൻ പറ്റും? പറ്റുന്നതേ ഉള്ളൂ, പറ്റിയില്ല ഇതുവരെ. അച്ഛൻ പറയുന്നു പറ്റണം. കർത്താവ് പറയുന്നു നമ്മൾ ഒന്നിലും എന്ത് ചെയ്യരുത്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന റോളുകളുണ്ട്. അപ്പൻ എന്ന റോളിൽ ലജ്ജിക്കരുത്, അമ്മായിയപ്പൻ എന്ന റോളിൽ ലജ്ജിക്കരുത്, ആളിയൻ എന്ന റോളിൽ ലജ്ജിക്കരുത്. മകൾ എന്ന റോളിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി മകൾ ഒരു നാത്തൂനായപ്പോഴോ? മകൾ എന്ന റോളിൽ അമ്മ പറയും എൻ്റെ പൊന്നുമോള. പക്ഷേ അമ്മായിയമ്മ പറയോ ഇതെൻ്റെ, പറയോ എൻ്റെ പൊന്നുമോള, എൻ്റെ മോനെ പോലെയാ, എൻ്റെ മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. കണ്ടോ, എവിടെയോ നമ്മൾ ലജ്ജിച്ചു പോയി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളെ ഐഹിക ലോകത്തിൽ നിന്നും നമ്മളെ പുത്രന്റെ രാജ്യത്തിലേക്കാക്കും. പുത്രന്റെ രാജ്യത്തിലായാൽ ഇവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല. ഐഹിക ലോകത്തില അമസ്തോത്രം ഞാനെന്ന ചിന്ത, ഐഹിക ലോകത്തിൽ എനിക്കുള്ളത് നിനക്കുള്ളത്. പക്ഷെ ദൈവത്തിന്റെ രാജ്യത്തിൽ വന്നാൽ അപ്പോസ്തലന്മാരുടെ അമസ്തോത്ര കാലഘട്ടത്തിൽ ദൈവരാജ്യം വെളിപ്പെട്ടപ്പോൾ അവരെല്ലാം വിറ്റ് ആരുടെ കാൽക്കൽ കൊണ്ടുവച്ചു? അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാർ ഇതിനെ വീതിച്ചെന്ത് ചെയ്തു? ഇല്ലാത്തവർക്ക് ഉള്ളതുപോലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ സമത്വം, അവിടെ ഐക്യത, അവിടെ സമത്വം, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. കണ്ടോ, പുത്രന്റെ രാജ്യത്തിനകത്തോട്ട് നമ്മൾ പ്രവേശിച്ചാൽ അവിടെ ഞാനും നീയും എന്നില്ല, അവിടെ നമ്മൾ ഒരുമിച്ച. അത് കുടുംബത്തിനകത്തായാലും സഭയ്ക്കകത്തായാലും എവിടെയും പുത്രന്റെ രാജ്യം വെളിപ്പെട്ടാൽ അവിടെ ഐക്യത വെളിപ്പെട്ടു വരും, അവിടെ സ്നേഹം വെളിപ്പെട്ടു വരും, അവിടെ ക്ഷമ വെളിപ്പെട്ടു വരും, അവിടെ സകലം വെളിപ്പെട്ടു വരും, അവിടെ സ്നേഹം വെളിപ്പെട്ടു വരും, അവിടെ ദീർഘക്ഷമ വെളിപ്പെട്ടു വരും, അവിടെ പരോപകാരം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ഈ പുത്രന്റെ രാജ്യത്തിനകത്ത് കയറി പാർത്തില്ല എങ്കിൽ നിങ്ങൾക്കറിയോ, ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താകാൻ, പുത്രന്റെ രാജ്യത്തിൽ നിന്ന് പുറത്താകാൻ മദ്യപിക്കണ്ട. നമ്മുടെ വിചാരം നമ്മൾ വിശുദ്ധരാണ്, നമ്മൾ മദ്യപിക്കുന്നില്ല. പിന്നെ പറഞ്ഞേ, പുകവലിക്കുന്നില്ല. ഇന്ന് പകൽ ദൈവമക്കളെ വചനം പറഞ്ഞു കേട്ടോ. പക, പിണക്കം, ജാരസംഘ, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, ഈ വക പ്രവർത്തിക്കുന്നവർ ആരും, ബാക്കി പറഞ്ഞേ, ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ദൈവരാജ്യത്തെ കടക്കാൻ പറ്റില്ല. രക്ഷിക്കപ്പെട്ടിട്ട് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല?
ആമേൻ സ്തോത്രം. ആമേൻ നമ്മൾ കൈയടിക്കും, നമ്മൾ ആരാധിക്കും. പിശാച് പറയും അടിച്ചോ ആരാധിച്ചോ എല്ലാ പരിപാടിയും ചെയ്തോ. പക്ഷേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എന്തെങ്കിലും ഇതിൽ നമ്മുടെ അകത്തിരുന്നാൽ പിശാച് പറയും നീ അടിച്ചോ ആരാധിച്ചോ, പക്ഷെ നീ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല. പാസ്റ്റേ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ എങ്ങനെ പാസ്റ്റേ, പിന്നെ ഞാൻ എങ്ങനെ പ്രസംഗിക്കാൻ? ഹല്ലേലൂയ. ഒരു 6 ആഴ്ച കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കയറാൻ വരുന്നു, പക്ഷേ കയറാൻ പറ്റുന്നില്ല. പകൽ നമ്മുടെ ജീവിതം തിരിയണം, ലൈഫ് തിരിയണം. ഞാൻ പറഞ്ഞു, ഇവിടെ മുകളിലോട്ട് വലിക്കുന്ന ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ 1 അടി പെട്ടിക്കകത്ത് ഒതുങ്ങി പോകുന്നതേ ഉള്ളൂ ഈ ശരീരം. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നമുക്ക് പുകഴുവാനൊന്നുമില്ല. ദൈവം നമ്മളെ നടത്തുന്നു, ദൈവം നമ്മളെ കരുതുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്നലെ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിക്കുമ്പോൾ എൻ്റെ ആമേൻ സ്തോത്രം വീട്ടിനടുത്തുള്ള ആമേൻ സ്തോത്രം ഒരു ചേട്ടൻ, ആമേൻ സ്തോത്രം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പോകുമ്പോൾ അദ്ദേഹവുമായി ആമേൻ സ്തോത്രം കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആമേൻ ഇന്നലെ കേട്ടു, പെട്ടെന്ന് അദ്ദേഹം ഒരു നിലയുടെ മുകളിൽ നിന്ന് വീണ് ആമേൻ സ്തോത്രം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നു. ജീവിക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. ദൈവം നമ്മളെ കരുതിയ വിധങ്ങൾ വലുതാണ്. നമ്മുടെ യാത്രകൾ ദൈവം നമ്മളെ സൂക്ഷിച്ചു, ദൈവം നമ്മളെ കരുതി, ആയുസ്സും ആരോഗ്യം തന്നു. ആമേൻ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ പ്രശംസിപ്പാനൊന്നുമില്ല. ആമേൻ 800 കോടി ജനത്തിനകത്ത് വെച്ച് നമ്മളെ പേര് ചൊല്ലി വിളിച്ച് അവൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ വേർതിരിച്ച ദൈവത്തിൻ്റെ മുൻപാകെ ഇന്ന് പകലൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ സ്തോത്ര ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആമേൻ ഇന്ന് പകൽ ഞാൻ പറയും, ആമേൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഈ ഐഹിക ലോകത്തിൽ നിന്നും ആമേൻ നമ്മൾ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇന്ന് പകൽ ആ പുത്രന്റെ രാജ്യത്തിൽ നമ്മൾ കയറാൻ പോവുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുന്നപ്പോൾ ഈ വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇടപെടണം. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽ ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആമേൻ. ഞാൻ പറയും ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ പുറകെ പോയ ശിഷ്യന്മാരൊക്കെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നവരാ. പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർ ആള് മാറിയവരെ പോലെയായി. ഇന്ന് പകൽക്കാലം നമ്മൾ ആള് മാറിയവരെ പോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഐഹിക ലോകത്തിൽ നിന്നും ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ഒരു പ്രവേശന വാതിൽ ഇന്ന് പകൽക്കാലം സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നു. ഇതിനകത്ത് എത്ര പേർ അതിനകത്ത് കയറി ആ രാജ്യത്തിന്റെ മഹത്വം അനുഭവിക്കുക? ഇതിനകത്ത് എത്ര പേർ ഒരുക്കമാണ്? ആമേൻ സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ആമേൻ ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോവുകയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. ആ 12 ശിഷ്യന്മാരുൾപ്പെടെ ആമേൻ സ്തോത്രം 120 പേരടങ്ങുന്ന ഒരു സംഘം ഹല്ലേലൂയ ആമേൻ മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ കാത്തിരിക്കെ എന്തിനു വേണ്ടിയിട്ട്? ആമേൻ സ്തോത്രം. കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ നമുക്കറിയാം മർക്കോസിന്റെ മാളിക മുറിയിൽ എന്താ സംഭവിച്ചതെന്ന്. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും അറിയാം. എല്ലാവരും ഇനി ശ്രദ്ധിക്കും. ഞാനൊരു 20 മിനിറ്റ് ഞാൻ പ്രസംഗിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഇന്ന് പകൽ നമ്മുടെ മേൽ ആ ഒരു ദൈവമഹത്വം വെളിപ്പെട്ടിട്ട് അല്ലാതെ ഇവിടെ നിന്ന് ആരും പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ചു പ്രാർത്ഥനയോടെ ഇരിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 120 പേരടങ്ങുന്ന ഒരു സംഘം. ഇന്ന് പകൽ നമുക്കറിയാം മാളിക മുറിയിൽ എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ അന്ന് അവർക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്.
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയാം, ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നത് എന്താണെന്ന് ഇന്ന് പകൽക്കാലം നമുക്കറിയാത്തതുപോലെ ആമേൻ അവർക്കും അതെന്തെന്നറിയാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം 120 പേരെ കാത്തിരുന്നു. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ആമേൻ സ്തോത്രം. ആമേൻ. വാഗ്ദത്തം വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഓരോ ദിവസവും അവർ കാത്തിരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ നിരാശ വീഴാൻ തുടങ്ങി. പക്ഷെ എങ്കിലും അവരുടെ കാത്തിരിപ്പിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ഇന്ന് പകൽക്കാലം കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ ആമേൻ ഈ ശക്തി നിന്റെ മേൽ വന്നാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ നിനക്ക് ചുറ്റിലും നിന്നവർ നോക്കി നിൽക്കേ. ആമേൻ. നീ പറക്കും. നീ കഴുകന്മാരെ പോലെ ശക്തി പ്രാപിക്കും. നീ പറക്കും. ഹല്ലേലൂയ. അവർ കാത്തിരുന്നു. എന്നാൽ ആമേൻ സ്തോത്രം 10-ാം ദിവസമാകുമ്പോൾ ഹല്ലേലൂയ അവിടെ എന്താ സംഭവിച്ചത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആമേൻ ഒരു ഭാഗത്ത് യെരൂശലേം ദേവാലയത്തിനകത്ത് ആമേൻ ഇസ്രായേലിന്റെ ഉത്സവമായിരിക്കുന്ന പെന്തക്കോസ്ത് നാളിന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാ. ഒരു കൂട്ടം ജനം അവിടെ കൂടി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഉത്സവം ആചരിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം പേർ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ആമേൻ കാത്തിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും ഹല്ലേലൂയ സ്തോത്രം. ഒരു കൂട്ടം പേർ ഉത്സവം ആചരിക്കുമ്പോൾ, ഒരു കൂട്ടം പേർ സന്തോഷിക്കുമ്പോൾ, ഒരു കൂട്ടം പേർ ആനന്ദം ആമേൻ കണ്ടെത്തുമ്പോൾ ഹല്ലേലൂയ ഇതാ ഇവിടെ ഒരു കൂട്ടർ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും ആമേൻ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഉപവസിക്കുന്ന ദൈവകുഞ്ഞ നീ ലജ്ജിച്ചു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ നീ ലജ്ജിച്ചു പോകത്തില്ല. നീ ഇരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഒരു കൊടിയ കാറ്റ് എന്റെ ദൈവം അടിപ്പിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം അത് സംഭവിക്കും. അത് സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആമേൻ വചനം പറഞ്ഞു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയൊരു മുഴക്കം. ഇന്ന് പകൽ ഞാൻ പറയും ആമേൻ കാത്തിരിക്കുന്നവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും. ഇന്ന് പകൽ ഒരു വിടുതൽ വെളിപ്പെടുന്ന കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും. ആമേൻ. നീ നിനയാത്ത നാഴികയിൽ, നീ ചിന്തിക്കാത്ത നാളിൽ ആമേൻ 10 ദിവസമായി കാത്തിരുന്ന് ആമേൻ മടുപ്പ് തോന്നിയപ്പോൾ ആമേൻ സ്തോത്രം ഇനി എന്തിനാ ഈ ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ആമേൻ സ്തോത്രം പ്രത്യാശയുടെ വാതിലുകൾ നിന്റെ മുമ്പിൽ അടക്കപ്പെടുമ്പോൾ വചനം പറയുന്നു പെട്ടെന്ന് ഒരു കോടിയ കാറ്റ്. പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മിറക്കൽ നടക്കുന്നത് അത് പെട്ടെന്നായിരിക്കും. നീ നിനയാത്ത നാഴികയിൽ നിന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ നിന്റെ ബലം കേട്ടു ആമേൻ ദൈവമേ ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ആമേൻ നീ ചിന്തിച്ചിരിക്കുന്ന മാത്രയിൽ ഇതാ പെട്ടെന്ന് ഒരു കൊടിയ കാറ്റ്. ഇന്ന് പകൽ ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ദൈവകുഞ്ഞേ ആമേൻ സ്തോത്രം. ആ കാറ്റ് ആമേൻ ഇന്ന് പകൽ ഒരു കാറ്റ് നിന്റെ ജീവിതത്തിൽ അടിക്കാൻ പോകുക. ഇന്ന് പകൽ ഒരു ആമേൻ കാറ്റ് നിന്റെ ജീവിതത്തിൽ അടിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇന്നലെ വരെ നിനക്ക് അന്യപ്പെട്ടത് ആമേൻ സ്വർഗ്ഗത്തിലിരിക്കുന്ന മഹത്വം ആമേൻ നിന്റെ ആമേൻ വീട്ടിനകത്ത് നിറയ്ക്കുവാൻ തക്കവണ്ണം ഒരു കാറ്റ് പുറപ്പെട്ടു വരും. അതിനൊന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും എന്ത് ചെയ്തു? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ വീടിനെ നിറയ്ക്കുന്ന ഒരു കാറ്റ്, നീ ഇരിക്കുന്ന ഇടത്തെ നിറയ്ക്കുന്ന ഒരു കാറ്റ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ ആമേൻ ഞാൻ പറയും ഇതിനകത്ത് ദൈവരാജ്യത്തിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ് ഇന്ന് പകൽ ഒരു കിഴക്കൻ കാറ്റ് ആമേൻ നിന്റെ മേൽ അടിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ബൈബിളിൽ എവിടെയെല്ലാം കാറ്റടിച്ചോ അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുന്നതാ ദൈവത്തിന്റെ കാറ്റ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ പുറകിൽ ആമേൻ ഫറവോന്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ. പക്ഷെ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കറിയത്തില്ല ഇതിനകത്തിരിക്കുന്ന ആരുടെയൊക്കെ മേൽ ദൈവത്തിന്റെ കാറ്റടിക്കാൻ പോകുക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞേ ആമേൻ സ്തോത്രം നിന്റെ മേൽ ഒരു കാറ്റടിക്കാൻ പോകുക. ആ കാറ്റ് നിന്റെ മേൽ അടിച്ചാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ശൂന്യതകൾ മാറും. നിന്റെ ആമേൻ ഒറ്റപ്പെടലുകൾ മാറും. നിന്റെ വേദനകൾ മാറും. നിന്റെ മുറിവുകൾക്ക് പരിഹാരമുണ്ടാകും. ഇന്ന് പകൽ ആ കാറ്റടിക്കും. ഹല്ലേലൂയ. ആമേൻ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
അവർ കഴുകന്മാരെ പോലെ ഇന്ന് പകൽ നിനക്ക് ചില ചിറകുകൾ മുളയ്ക്കും. ആമേൻ, നിനക്ക് ചില ചിറകുകൾ മുളയ്ക്കും. കാറ്റടിച്ചപ്പോൾ വഴി തുറന്നു. ആമേൻ. ദൈവം ഒരു കിഴക്കൻ കാറ്റടിച്ചപ്പോൾ കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതിനകത്തടിക്കുന്ന കാറ്റ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അവർ ഇരുന്ന വീട് മുഴുവൻ എന്ത് ചെയ്തു? ആമേൻ, നിറച്ചു. അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞു, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അത് അവരിൽ ഓരോരുത്തൻ്റെ മേൽ, ആമേൻ, സ്തോത്ര 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 സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ തീ, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, ആ അഗ്നി നാവുകൾ ചിലരുടെ മേൽ അങ്ങ് വീഴാൻ പോകുക. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ കുഞ്ഞ് നിന്റെ മേൽ അത് വീണാൽ, ആ ഒരു തീ നിന്റെ മേൽ വീണാൽ, ഞാൻ പറയും, ഹല്ലേലൂയ, ദൈവം തീ മാത്രമല്ല, ആമേൻ, അയക്കുന്ന തീയോടുകൂടെ ഒരു കാറ്റടിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? നിന്റെ മേൽ കത്തുന്ന തീ അതാളി കത്തുവാൻ. ഓ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ കിടക്കുന്ന തീയെ, ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിപ്പിച്ച് ഇന്ന് പകൽ, ഹല്ലേലൂയ, അതിനെ, ആമേൻ, സ്തോത്രം, ഒരു അഗ്നികുണ്ഡമാക്കി മാറ്റുവാൻ, ഒരു തീക്കനലായി മാറ്റുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, സ്വർഗ്ഗത്തിന്റെ കാറ്റ് ഇന്ന് പകൽക്കാലം, ആമേൻ, ദൈവകുഞ്ഞ നിന്റെ മേൽ ദൈവം അടിപ്പിക്കും. എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര തീയായിരുന്നു, ഭയങ്കര തീഷ്ണതയായിരുന്നു, അല്ലേ? സ്തോത്രം. 8:30 ആരാധനയാണെങ്കിൽ 8 മണിക്ക്. കാരണം ഈ തീ എന്ത് ചെയ്യുക? തീ നമ്മളെ ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കുകയില്ല. ഈ തീ വീണാൽ നമുക്ക് പിന്നെ ഒതുങ്ങി നിൽക്കാൻ പറ്റുകയില്ല. എവിടെയെങ്കിലും ഒതുങ്ങിപ്പോകുന്ന ഈ തീയുടെ ശക്തി കുറഞ്ഞുകൊണ്ടാണ്. സ്തോത്രം. ഈ തീ അണഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഒരു കനൽക്കട്ട, അതിലെ തീ അണഞ്ഞാൽ അതിനെന്താ പേരാ പറയുന്നത്? കരിക്കട്ട. കനൽക്കട്ടയായിരുന്നു, പക്ഷെ അതിലെ തീ പോയി കഴിഞ്ഞാൽ അതെന്തായി മാറും? കരിക്കട്ട, അല്ലേ? കരിക്കട്ടായി മാറും. കരിക്കട്ടയായാൽ എന്തെന്നറിയാമോ? കരിക്കട്ടയായാൽ എന്താ പ്രശ്നം? ഈ കരിക്കട്ട എടുത്ത്, കണ്ടോ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടോ, പിള്ളേർ കരിക്കട്ട എടുത്തിട്ട് മതിലേൽ എന്ത് ചെയ്യും? മതിലേൽ എഴുതും. എന്താ എഴുതുന്നത്? ഇപ്പൊ പറയണ്ട. സ്തോത്രം. അപ്പം ഈ കരിക്കട്ടയായാൽ ഈ കരിക്കട്ട എടുത്ത് മതിലേൽ ഇഷ്ടമുള്ളതൊക്കെ എഴുതും. പക്ഷെ കനൽക്കട്ടയാലോ? ദൈവകുഞ്ഞെ, നീ കരിക്കട്ടയാണെങ്കിൽ നിന്നെ എടുത്ത് പിശാച് എന്ത് ചെയ്യും? നീ കരിക്കട്ടയാണെങ്കിൽ പിശാച് നിന്നെ എടുത്ത് മതിലേ മാത്രമല്ല വീട്ടിന്റെ ഭിത്തിയേൽ എന്ത് ചെയ്യും? ഭിത്തിയേൽ എഴുതും. അത് വഴിയെ പോണവരെല്ലാം എടുത്തെഴുതും. വീട്ടിലുള്ളവരെന്ത് ചെയ്യും? അങ്ങോട്ട് പോകുന്നവർ ഇങ്ങോട്ട് പോകുന്നവർ എല്ലാം എടുത്ത് ഭിത്തിയേല് എന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ച് ചുമ്മാ നിന്റെ മേലെ അതും ഇതും പറഞ്ഞുകൊണ്ടേയിരിക്കും. വീട്ടിലുള്ളവർ തന്നെ നിന്റെ ശത്രു. നീ കരിക്കട്ട ആയതുകൊണ്ടല്ലേ പിശാച് എഴുതിയത്? നിന്നെ കുറിച്ച് മോശമായിട്ട് നീ ആകുന്ന കരിക്കട്ട എടുത്ത് മോശമായിട്ട് എഴുതിയത് എന്തുകൊണ്ടാ? നീ കരിക്കട്ട ആയതുകൊണ്ടാ. ഇന്ന് പകൽക്കാലം അതിനകത്ത് ഒരല്പം തീ പിടിച്ചു നോക്കി. തീ പിടിച്ചേ, ആ കനൽക്കട്ടയിൽ തീ പിടിച്ചു നോക്കി. ആരേലും തൊടുവോ? കുഞ്ഞൻ, നീ തീക്കനലാണെങ്കിൽ, നീ തീക്കട്ടയാണെങ്കിൽ, നിന്റെ വീട്ടിനകത്തുള്ളവരും നിന്നെ തൊടുകയില്ല, ആമേൻ, ദേശത്തുള്ളവരും തൊടുകയില്ല, നിന്റെ ചാർച്ചക്കാരും തൊടുകയില്ല, ആമേൻ, നിന്റെ സഭക്കാരും തൊടുകയില്ല, ഒരാറ്റ മനുഷ്യനും ആമേൻ നിന്നെ തൊടാൻ പറ്റുകയില്ല. പക്ഷെ നീ കനൽക്കട്ടയാകണം. ആകാൻ പറ്റുമോ? കനൽക്കട്ടയായാൽ ഞാൻ പറയുന്നു, സ്തോത്രം, കനൽക്കട്ട തൊടാൻ ആർക്കും പറ്റുകയില്ല. ദൂതന് പോലും തൊടാൻ പറ്റുകയില്ല. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ ആമേൻ സറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് എന്താ ഒരു തീക്കഷണം എടുത്തല്ലേ, ഒരു തീക്കനലെടുത്തു. അവൻ എന്തുകൊണ്ടാ എടുത്തേ? കൊടിലുകൊണ്ട്. കൊടിലെന്ന് പറഞ്ഞാൽ ഈ കൊല്ലന്മാരുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എളുപ്പത്തിൽ പറയാം, പ്ലെയർ. കൊടിലെന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പം ഇത് ആരെ കുടലാണോ എന്തോ.
നിങ്ങൾ വേറെ എന്തെങ്കിലും ചെന്ന് പ്ലെയർ കൊണ്ട് എടുക്കാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കയ്യിൽ എന്ത് ചെയ്യും? അതിൻ്റെ ചൂട് താങ്ങാൻ പറ്റുകയില്ല. ദൂതൻ വന്നിട്ട് അമസ്തോത്രം കൊടിൽ കൊണ്ട് ഇല്ലെങ്കിൽ പ്ലെയർ കൊണ്ട് ആ തീ എടുത്ത് എന്ത് ചെയ്തു? കർത്താവ് ലൈവ് ഉണ്ട്. സ്തോത്രം. ഇനി ഇത് കട്ട് ചെയ്തിട്ട് വിക്ടറി ഇൻ്റർനാഷണൽ പാസ്റ്റർ കൊടിലെന്നല്ല പ്ലെയർ കൊണ്ടെന്ന് പറഞ്ഞെന്ന് സ്തോത്രം എന്ന് പറയല്ലേ, മനസ്സിലാകാൻ വേണ്ടി പറയാം. നോക്കി, യാഗപീഠത്തിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന യാഗപീഠത്തിൽ നിന്ന് ഒരു കഷ്ണം തീ ദൂതന് കൈകൊണ്ട് തൊടാൻ പറ്റിയില്ല. ദൂതൻ വന്നിട്ട് കൊടിൽ കൊണ്ട് ആ തീക്കനലെടുത്തിട്ട് പറന്നു വന്ന് സ്തോത്ര ഹല്ലേലൂയ ആമേൻ യെശയ്യാവിന്റെ നാവിന്മേൽ എന്ത് ചെയ്തു? ഇന്ന് പകൽ ദൂതനേക്കാൾ ശ്രേഷ്ഠരാണ് ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ, ദൂതന് തൊടാൻ പറ്റാത്തത്, ദൂതന് പിടിക്കാൻ പറ്റാത്തത് ദൈവകന്യ ഇന്ന് പകൽ നിന്റെ മേൽ അത് പകരും. നിനക്കത് തൊടാൻ പറ്റും. നിന്റെ നാവിൽ തൊട്ടാൽ അത് നിനക്ക് വഹിക്കാൻ പറ്റും. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി ഒരു പ്രവചനം പറയും. ദൂതന്മാർക്ക് വഹിക്കാൻ പറ്റാത്തത്, ദൂതന്മാർക്ക് തൊടാൻ പറ്റാത്തത് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ് നിനക്ക് തൊടാൻ പറ്റും. നിനക്കൊരു തീക്കനലാകാൻ പറ്റും. നിനക്കൊരു തീക്കട്ടയായി മാറുവാൻ പറ്റും. ഇന്ന് പകൽ നീ ഒരു തീ കഷണമായി മാറിയാൽ ഈ ലോകത്തിന്റെ ഒരു ശക്തിയും ദൈവകുഞ്ഞെ നിന്നെ തൊടുകയില്ല, നിന്നെ തൊടുകയില്ല. ഒരു ശത്രു നിനക്ക് നേരെ നിൽക്കത്തില്ല. ഒരു പിശാച് നിന്റെ അടുത്ത് വരത്തില്ല. ഇന്ന് പകൽ പറയണ കർത്താവേ, അങ്ങനെങ്കിൽ ആ തീ ഇന്ന് പകൽ എന്റെ മേലൊന്ന് പതിയണമപ്പാ. ആ അഗ്നി നാവ് എന്റെ മേലൊന്ന് പതിയണം. ആ നാവ് ഇന്ന് പകൽക്കാലം ആരുടെ മേൽ പതിയപ്പെടുന്നുവോ നിന്റെ ചരിത്രം മാറും, നിന്റെ സാഹചര്യം മാറും. നിന്റെ കുടുംബത്തിനകത്ത് പോലും ഒരു വ്യക്തി നിന്നെ തൊടത്തില്ല. ദേശത്തിന് ഒരു വ്യക്തി നിന്നെ തൊടത്തില്ല. നിന്റെ ചാർച്ചക്കാര് തൊടത്തില്ല. ശത്രുവിന് നിന്നെ തൊടാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്നെ ഒരു തീക്കഷണമാക്കി ശത്രുവിന് നേരെ, ഇന്നലകൾ ശത്രു നിന്നെ കയ്യിലെടുത്ത് അവന് ഇഷ്ടമുള്ളത് നിന്നെ കുറിച്ച് അപരാധം എഴുതിയെങ്കിൽ ഇന്ന് പകൽ നീ ഒരു തീക്കനലായാൽ ശത്രു നിന്നെ തൊടുകയില്ല. നീ ശത്രുവിന്റെ കോട്ടകളെ തകർക്കും. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് പകൽ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ. നീ എവിടെ ഞരങ്ങിയോ, നീ എവിടെ ഞെരുങ്ങിയോ, നീ എവിടെ ഒതുക്കപ്പെട്ടോ, ഇന്ന് പകൽ ആത്മാവ് പറയുക സ്തോത്രം. നീ ഇരിക്കുന്ന ഇടത്ത് നീ ഒരു തീക്കനലായി മാറിയാൽ, നീ ഒരു തീക്കട്ടയായി മാറിയാൽ ഇനി ശത്രു നിന്നെ തൊടുകയില്ല. ശത്രു നിന്നെ തൊടുകയില്ല. നിന്റെ ചരിത്രം മാറും, നിന്റെ ചരിത്രം മാറും. ഇന്നലകൾ നിന്നെ കണ്ടതുപോലെയല്ല. സ്തോത്രം. നീ പാർക്കുന്ന ഭവനത്തിൽ ശത്രു അടുക്കത്തില്ല. ഇന്ന് പകൽ ആദരങ്ങളെ വീട്ടുകൊടുത്ത്, കരങ്ങളെ വീട്ടുകൊടുത്ത് ഇന്ന് പകർത്താവേ, നീ ഒരു തീ കഷണമാക്കി എന്നെ മാറ്റണം. നീ ഒരു തീ കനലായി എന്നെ മാറ്റണം. നീ ഒരു തീ കട്ടയായി എന്നെ മാറ്റണം. ഞാൻ പറയാ സ്തോത്രം. ഒരു കരിക്കട്ടയിൽ ഒരറ്റത്തൊരു തീ പിടിച്ചാൽ മതി. ആ തീ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ കാറ്റടിക്കും തോറും അതിന്റെ കളർ മാറാൻ തുടങ്ങും, അതിന്റെ കളർ ചേഞ്ച് ആകാൻ തുടങ്ങും. കാറ്റടിക്കുമ്പോ അതിന്റെ ബ്ലാക്ക് മാറി അത് റെഡിലേക്ക് മാറും. ഇന്ന് പകൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ആരേക്ക് കളറുകളെ മാറ്റി നിന്റെ കളറുകളെ ദൈവം ചേഞ്ച് ആക്കും. നിന്റെ കളർ ചേഞ്ച് ആകും. നിന്റെ കളർ ചേഞ്ച് ആകും. ശത്രു ഇന്നലകളിൽ കണ്ടത് നിന്നെ ബ്ലാക്ക് ആയിട്ടാണെങ്കിൽ അല്ല, ഇനി നിന്നെ കാണാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കളർ. കളർ ചേഞ്ച് ആകുന്നു. അവന്റെ രക്തത്തിന്റെ കളർ, അവന്റെ രക്തത്തിന്റെ കളർ, അവന്റെ രക്തത്തിന്റെ കളർ ഇന്ന് പകൽ നിന്നെ ചേഞ്ച് ആക്കുകയാ. ഇന്ന് പകൽ വീട്ടുകൊടുക്ക. ആ തീ പിടിക്കാൻ നിന്നെ വീട്ടുകൊടുക്ക. ആ തീ പിടിക്കാൻ വീട്ടുകൊടുക്ക. ഇന്ന് പകൽ വായടച്ചിരിക്കരുത്. ഇന്ന് പകൽ വായു തുറന്ന് പറ, കർത്താവേ, എന്റെ ജീവിതത്തിൽ ആ കളർ ഒന്ന് ചേഞ്ച് ആകണം. എനിക്ക് ആ തീ എന്നിലേക്ക് വീഴണം. ഇന്ന് പകൽ കുഞ്ഞ് നിന്റെ കളർ മാറ്റുക. ദൈവം നിന്റെ കളർ മാറ്റുകയാ. ദൈവം നിന്റെ കളർ മാറ്റുകയാ. ദൈവം നിന്റെ കളർ മാറ്റുകയാ. ദൈവം നിന്റെ കളർ മാറ്റും. ദൈവം നിന്റെ കളർ മാറ്റും. ദൈവം നിന്റെ കളർ മാറ്റും. ഒരു തീ ഇതിനകത്ത് കത്തുകയാ. ഒരു അഗ്നി ഇതിനകത്ത് കത്തുകയാ. ഹല്ലേലൂയ. ഇനി നിന്നെ കരിക്കട്ടയായിട്ടല്ല, ദൈവം നിന്നെ ഒരു കനൽ കട്ടയാക്കി. ഇന്ന് പകൽ നീ ഒരാൾ മാറിയവനെ പോലെ, നീ ഒരാൾ മാറിയവനെ പോലെ
ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ദൈവം ചേഞ്ച് ആക്കുകയാ. ആമേൻ, സ്തോത്രം. ഇന്നലകളിൽ മനുഷ്യൻ നിന്നെ കണ്ടതുപോലെയല്ല. ഇന്നലകളിൽ കണ്ടിട്ട് അവൻ കരിക്കട്ടെ നോക്കി ഒരുപാട് അഭിപ്രായം പറഞ്ഞു. പക്ഷേ ആമേൻ, കനൽക്കട്ടയെ നോക്കി അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം ആമേൻ, കർത്താവിന്റെ രക്തത്തിന്റെ കളറാ. ഇന്ന് പകൽ നീ ചേഞ്ച് ആവുകയാ. ഇന്ന് പകൽ അവന്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങുകയാ. ഇന്ന് പകൽ നിന്റെ കളർ ചേഞ്ച് ആകുന്നു. ഇനി ശത്രുവിനെ നിന്നെ നോക്കാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം. ഇനി നിന്നോട് അടുക്കാൻ പറ്റുകയില്ല. ആമേൻ കുഞ്ഞേ, നിന്റെ ലൈഫ് മാറുകയാണ്. കരിക്കട്ടയായപ്പോ നിന്നെ നോക്കി പലരും അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഈ കനക്കട്ട നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ല. എന്താ? അവൻ നിന്നെ കാണാൻ പറ്റുന്നില്ല. എന്താ? അവൻ നിന്നെ കളറിയുന്ന ഒരുവൻ നിൽപ്പുണ്ട്. ഇന്ന് പകൽ നിന്റെ മേൽ ഒരു കാറ്റ് ദൈവം അടിപ്പിക്കും. ദൈവത്തിന്റെ കാറ്റ്. കുഞ്ഞെ, നീ ചേഞ്ച് ആകും. ഇന്ന് പകൽ നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു തീ ഇതിനകത്ത് കത്തുന്നുണ്ട്. നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു തീ ഇതിനകത്ത് കത്തുന്നുണ്ട്. നിന്നെ മാറ്റിമറിക്കുന്ന ഒരു തീ, നിന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു തീ. ദൈവത്തിന് കുഞ്ഞെ നിന്നെ കൊണ്ട് ഒരു പദ്ധതി ഉണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനാണ് നിന്നെ ഈ രാജ്യത്തിനകത്ത് കയറ്റി തീ പിടിപ്പിക്കുന്നേ. പിശാച് പറയുക, ഇല്ല എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. പക്ഷെ സ്വർഗം പറയുന്നു, ഇല്ല നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. പിശാചിന് ഇടം കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. ഒരല്പസമയം നമ്മുടെ മുമ്പിലുള്ള വിട്ടുകൊടുക്കരുത്. പിശാചിന് നമ്മളെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം പറയും, യെശയ്യാവേ, നിന്റെ നാവിൽ എന്തിനാ ദൈവം തീയിട്ടത്? എന്തിനാ തീ പിടിച്ചത്? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആ തീ അവന്റെ നാവിന്മേൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ അകൃത്യം മാറി, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ അകൃത്യം മാറി, നിന്റെ പാപം മോചിക്കപ്പെട്ടു. ആമേൻ, സ്തോത്രം. യെശയ്യാവേ, നിന്റെ നാവിൽ എന്തിനാ തീ വീണത്? നിന്റെ നാവിൽ എന്തിനാ തീ കത്തിച്ചത്? ദൈവത്തിനൊന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ പ്രവചിച്ചതുപോലെയല്ല. ഈ നിന്റെ പ്രവചനത്തിന്റെ ശബ്ദം മാറാൻ പോകുക. നിന്റെ വെളിപ്പാടിന്റെ അവൻ തലം മാറാൻ പോവുകയാ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ നാവിൽ തീയിട്ടിട്ട് ദൈവം പറഞ്ഞു, ഇനി നീ വിളിച്ചു പറയണം. നീ ഇനി ശുദ്ധിയുള്ള ആദരമുള്ളവനാ. എന്താ നീ വിളിച്ചു പറയേണ്ടത്? ആമേൻ, ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. നീ അത്ഭുത മന്ത്രി, നീ വീരനാം ദൈവം. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നിന്റെ മേൽ ഈ തീയിട്ടതിന്റെ ഉദ്ദേശം അവന്റെ പുത്രൻ നിന്നിൽ വെളിപ്പെടണം. അവന്റെ പുത്രൻ നിന്നിൽ വെളിപ്പെടണം. അവന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടണം. അവന്റെ തേജസ്സു നിന്റെ മേൽ വെളിപ്പെടണം. ഇന്ന് പകൽ പിശാചിന്റെ നൂഖങ്ങൾ തകരട്ടെ. പിശാചിന്റെ പദ്ധതികൾ തകരട്ടെ. ദൈവത്തിന്റെ ഉദ്ദേശം ഇന്ന് ഞാൻ പകൽ പറയും, പിശാചേ, നിന്റെ ഉദ്ദേശങ്ങൾ ആമേൻ ഞങ്ങളോട് നടക്കത്തില്ല. നിന്റെ പദ്ധതികൾ ഞങ്ങളുടെ നേരെ നടക്കത്തില്ല. ആമേൻ, നിന്റെ പ്ലാനുകൾ നടക്കത്തില്ല. ദൈവം എന്ത് ഉദ്ദേശിച്ചോ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം ഞങ്ങൾ പ്രവചിച്ചു പറയുകയാ. പിശാചേ, നിനക്ക് നിന്റെ പദ്ധതികൾ നടക്കുകയില്ല. നിന്റെ പദ്ധതികൾ നടക്കുകയില്ല. ദൈവത്തിന് എന്ത് ഞങ്ങളെ കുറിച്ച് ഉദ്ദേശമുണ്ടോ അത് മാത്രമേ നടക്കത്തുള്ളൂ. നിന്റെ ഉദ്ദേശങ്ങൾ നടക്കത്തില്ല. എന്റെ കുടുംബത്തിൽ നിന്റെ പദ്ധതി നടക്കത്തില്ല. എന്റെ കുഞ്ഞിന്റെ മേൽ നിന്റെ പദ്ധതി നടക്കത്തില്ല. എന്റെ തലമുറയ്ക്കകത്ത് നിന്റെ പദ്ധതി നടക്കത്തില്ല. എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ നിന്റെ പദ്ധതി നടക്കുകയല്ല. ഇന്ന് പകൽ നീ ഇട്ട അടിസ്ഥാനത്തെ ഞങ്ങൾ അതിനെ പൊളിക്കുകയാണ്. ഇന്ന് പകൽ നീ ഇട്ട അടിസ്ഥാനം, നീ ഇട്ട പദ്ധതികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഉപവാസത്തിന്റെ 7ാം ദിവസം ഞങ്ങൾ അതിനെ പൊളിക്കുകയാ. ഞങ്ങളെ കുടുംബത്തിന് നേരെ ഇട്ടത്, തലമുറയ്ക്ക് നേരെ ഇട്ടത്, സഭയ്ക്ക് നേരെ ഇട്ടത്, ആമേൻ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് നേരെ ഇട്ടത്, സകല നുകങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിദ്യാഭ്യാസത്തിന് വിരോധമായിട്ടത്, ഭാവിക്ക് വിരോധമായിട്ടത് ഇന്ന് പകൽ എനിക്കറിയില്ല. ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് എനിക്കറിയാം. അവൻ പിശാചിന്റെ പദ്ധതികൾ പൊളിയുന്നു. അവനിട്ട അടിസ്ഥാനം പൊളിയുമ്പോൾ തന്നെ ഇന്ന് പകൽ വേറൊരു അടിസ്ഥാനം വീഴുകയാ. അത് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം.
ഇന്ന് പകൽ കുഞ്ഞ്, അവൻ നിന്നെ പണിയും, അവൻ നിന്നെ പണിയും. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുവാൻ ഒരുവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്.